ദൃഷ്ട്വാ തു ദേവി കുപിതം ഭ്രൂകുടീകരാള ഉദ്യശാങ്കസദൃശച്ഛവിയന്ന സദ്യാം പ്രാണാൻ മുമോജ മഹിഷസ്തദീവ ചിത്രം കൈർജീവ്യദേവ കുപിതാന്തകദർശനീനാം ദൃഷ്ട്വാ തു ദേവി കുപിതം ഭ്രൂകുടീകരാളമുദ്യശാങ്ക സദൃശച്ഛവി എന്ന സദ്യാം പ്രാണാൻ മുമോജ മഹിഷ തദീവ ചിത്രം കൈർജീവ്യദേവ കുപിതാന്തക ദർശനേന. ദേവി അല്ലയോ ദേവി, കുപിതം കോപിച്ചതും, ഭ്രൂകുടി കരാളം വളഞ്ഞ പുരികക്കൊടികളാൽ ഭയങ്കരവും, ഉദ്യശാങ്ക സദൃശ ഛവി ഉദിച്ചുയരുന്ന ചന്ദ്രബിംബത്തിന് സദൃശമായ ശോഭയുള്ളതുമായ യത്ത് ഏതൊരു മുഖത്തെ ദൃഷ്ടുവാതു കണ്ടിട്ടും മഹിഷാസുരൻ സദ്യാ പ്രാണാന മുമോജ ഉടൻ തന്നെ പ്രാണങ്ങളെ വെടിഞ്ഞില്ല എന്നത് അത് അതീവ ചിത്രം ഏറ്റവും അത്ഭുതം തന്നെയാണ്. അമ്പാലയോ അമ്മേ, കുപിതാന്തക ദർശനേന കുപിതനായ അന്തകന്റെ ദർശനത്താൽ ദർശിച്ചിട്ടും കൈ ആരാൽ ജീവ്യതയെ ജീവിക്കപ്പെടുന്നു. അല്ലയോ ദേവി, കോപം കൊണ്ട് വളഞ്ഞ പുരികക്കൊടികളാൽ ഭയങ്കരവും ഉദിച്ചുയർന്ന ചന്ദ്രന്റെ പ്രകാശമുള്ളതുമായ നിന്റെ മുഖം കണ്ടിട്ടും മഹിഷാസുരൻ ഉടൻ പ്രാണനെ വെടിഞ്ഞില്ല എന്നത് അതിയായ അത്ഭുതം തന്നെയാണ്. കുപിതനായ അന്തകനെ ദർശിച്ചിട്ടും ആരാണ് ജീവിക്കുന്നത്? മുൻ ശ്ലോകത്തിൽ ദേവിയുടെ മുഖത്തെ പരിപൂർണ ചന്ദ്രബിംബാനുകാരി കനകോത്തമ കാന്തികാന്തം എന്നാണ് വർണ്ണിച്ചത്. ഈ ശ്ലോകത്തിലും താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ചന്ദ്രനോട് തന്നെയാണ്. ഉദ്യശാങ്ക സദൃശച്ഛവി. ആദ്യത്തേത് ഈഷത് സഹാസമപരമാണെങ്കിൽ രണ്ടാമത്തേത് കുടി കരാളമാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പുഞ്ചിരി കൊണ്ട് പ്രകാശിക്കുന്ന തിരുമുഖം കണ്ടിട്ടും പ്രഹരിക്കാൻ മഹിഷന് തോന്നി എന്നത് അത്ഭുതം തന്നെയെന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു. ഇവിടെ കോപം കൊണ്ട് പുരികക്കൊടികൾ വളഞ്ഞതിനാൽ അതിഭയങ്കരമായി തീർന്ന ദേവി മുഖം കണ്ടിട്ടും മഹിഷൻ മരിച്ചില്ല എന്നത് മറ്റൊരു അത്ഭുതം. അന്തകന്റെ ദർശനം ഉണ്ടായാൽ പിന്നെ ആരും ജീവനോടെ തുടരാറില്ല. കുപിതനായ അന്തകന്റെ ദർശനമാണെങ്കിൽ പറയേണ്ടതുമില്ലല്ലോ. കോപം കൊണ്ട് കരാളമായ ദേവിയുടെ മുഖം കുപിതനായ അന്തകന്റെ മുഖം തന്നെയാണ്. അത് കണ്ടിട്ടും പിന്നെ കുറേ നേരം കൂടിയെങ്കിലും മഹിഷാസുരൻ ജീവനോടെ ഇരുന്നത് എന്നത് അത്ഭുതം തന്നെയാണ്. ദേവി പ്രസീദ പരമാ ഭവതി ഭവായാം സദ്യോ വിനാശയസി കോ ഭവതി കുലാനി വിജ്ഞാതമേതധുനൈവ യദസ്തമേതാം നീതം ബലം സുവിപുലം മഹിഷാസുരസ്യാം. ദേവി പ്രസീദ പരമാ ഭവതി ഭവായ സദ്യോ വിനാശയസി കോ ഭവതി കുലാനി വിജ്ഞാതമേതത് അധുനൈവ യദസ്തമേത നീതം ബലം സുവിപുലം മഹിഷാസുരസ്യ. ദേവി പ്രസീദ അല്ലയോ ദേവി പ്രസാദിച്ചാലും, ഭവതി നീ പരമ സൽവോത്കൃഷ്ട ആകുന്നു, സദ്യ വേഗത്തിൽ, ഭവായ ഭവത്തിനായിക്കൊണ്ട് അല്ലെങ്കിൽ നന്മയ്ക്കായിക്കൊണ്ട് ഭവിക്കുന്നു, കോപവതി കുലാനി കോപവതിയായാൽ കുലങ്ങളെ സദ്യാവിനാശയസി ഉടൻ തന്നെ നശിപ്പിക്കുന്നു. ഏതത് അധുന ഇതിപ്പോൾ വിജ്ഞാതം അറിയപ്പെട്ടതായി. യത് എന്തുകൊണ്ടെന്നാൽ മഹിഷാസുരന്റെ സുവിപുലം ബലം അതിവിപുലമായ സൈന്യത്തെ അസ്തം നീതം നീ നശിപ്പിച്ചുവല്ലോ അല്ലെങ്കിൽ നാശത്തിലേക്ക് നയിച്ചല്ലോ. അല്ലയോ ദേവി, നീ പ്രസാദിച്ചാലും നീ പരമയാകുന്നു. പ്രസാദിച്ചാൽ നന്മയ്ക്കായി തീരുന്നു, കോപിച്ചാൽ കുലങ്ങളെ തന്നെ ഉടനടി നശിപ്പിക്കുന്നു. മഹിഷാസുരന്റെ അതിവിപുലമായ സേനയെ നശിപ്പിച്ചതിൽ നിന്ന് ഞങ്ങൾ ഇതിപ്പോൾ അറിഞ്ഞു. അപ്പൊ ദേവി പ്രസാദത്തിൻ്റെയും ദേവി കോപത്തിൻ്റെയും ഫലങ്ങൾ ദേവന്മാർ ഇവിടെ സൂചിപ്പിക്കുകയാണ്. എല്ലാത്തിലും ശ്രേഷ്ഠയാണ് ദേവി എന്ന് കാണിക്കാൻ പരമ എന്ന പ്രയോഗം. പരമയായ ദേവിയെ പ്രസാദിപ്പിച്ചാൽ ആ പ്രസാദം ക്ഷേമത്തിനായിട്ട് ഭവിക്കുന്നു. ഭവായ എന്ന പദത്തെ ലോകനന്മയ്ക്കായി എന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ ലോകനന്മയ്ക്ക് കാരണമായി തീരുന്നു എന്നർത്ഥം. കോപിച്ചാലോ കുലങ്ങളുടെ തന്നെ നാശത്തിന് കാരണമായി തീരുന്നു. മഹിഷാസുരന്റെ സുവിപുലമായ സേനയുടെ നാശത്തിൽ നിന്ന് ദേവന്മാർ ഇപ്പോൾ ഇക്കാര്യം അറിഞ്ഞു. വിവിധ കുലങ്ങളിൽപ്പെട്ട അസുരഗണ കോടികൾ ആയിരുന്നു മഹിഷാസുരന്റെ സേന. ആ സേന ഒന്നാകെ നശിച്ചു. അത് ദേവന്മാർക്ക് മാത്രമല്ല ലോകത്തിനാകെ നന്മയ്ക്കായി തീർന്നു. അങ്ങനെയുള്ള ദേവി ഞങ്ങളിൽ പ്രസാദിക്കണമേ എന്ന് ദേവന്മാർ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു.